ഈ 2 ദിവസമായി കേരളമൊട്ടാകെ ചർച്ച ചെയ്യുന്ന പള്ളുരുത്തി സെൻറ് റീസ സ്കൂളിലെ ഹിജാബ് ധരിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഈ വിഷയം ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുന്നത് ആ സ്കൂള് ഇത്തരത്തിലുള്ളൊരു വിഷയത്തിൻ്റെ പേരിൽ 2 ദിവസത്തേന് ആ സ്കൂളിന് അവധി പ്രഖ്യാപിച്ചു. മാനസിക സമ്മർദ്ദം മൂലവും ഭീഷണി മൂലവും ആ സ്കൂളിന് അവധി പ്രഖ്യാപിച്ചു എന്ന വാർത്താക്കുറിപ്പ് വന്നതിന് ശേഷമാണ് ഈ വിഷയം നമ്മുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. അത് കഴിഞ്ഞതിൻ്റെ പിറ്റേ ദിവസം വൈകിട്ട് ഞാൻ ആ സ്കൂളിൽ പോവുകയുണ്ടായി. ഞാൻ ചെല്ലുന്ന ആ നിമിഷം വരെയും ഈ നാട്ടിലെ കോൺഗ്രസിൻ്റെയോ CPM-ൻ്റെയോ കേരള കോൺഗ്രസിൻ്റെയോ ഒന്നും ഒരു നേതാക്കളും ആ സ്കൂളിൽ എന്ത് സംഭവിച്ചു എന്ന് അന്വേഷിച്ചുകൊണ്ട് അവിടെ എത്തിയില്ല. കാരണം അവിടെ എതിർഭാഗത്ത് ഈ വിഷയത്തിൽ ആ സ്കൂളിനെതിരെ ഈ കയ്യേറ്റ ശ്രമം നടത്തിയത് SDP ആയിരുന്നു. നിങ്ങൾക്കെല്ലാം അറിയാവുന്ന പോലെ ഇന്നലെ എറണാകുളത്തിൻ്റെ ജനപ്രതിയും കോൺഗ്രസിൻ്റെ നേതാവുമായ ശ്രീ ഹൈബി ഈഡൻ അവിടെ എത്തി അദ്ദേഹം പറഞ്ഞു, ഇതിൻ്റെ പുറകിൽ RSSൻ്റെ വർഗീയ അജണ്ടയാണ്. അദ്ദേഹത്തോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുള്ളൂ. ഈ നിമിഷം വരെയും നിങ്ങൾ മാധ്യമപ്രവർത്തകർക്കെല്ലാം അറിയാം, ഏതെങ്കിലും തരത്തിൽ BJP യോ RSSോ ആ വിഷയത്തിൽ ഒരു പ്രതികരണം നടത്തിയിട്ടില്ല. സ്വാഭാവികമായി അവിടെ ചെന്ന് അവർ പറഞ്ഞ കാര്യങ്ങൾ മാധ്യമങ്ങളോട് പ്രതികരിച്ചു എന്നതിനപ്പുറത്തേക്ക് അവിടെ ഏതെങ്കിലും തരത്തിലുള്ള പ്രക്ഷോഭ പരിപാടികളോ നമ്മൾ നടത്തിയിട്ടില്ല. മാത്രമല്ല SDP അവിടെ നടത്തിയ കയ്യേറ്റങ്ങളെ മൂടിവെക്കാൻ മനഃപൂർവ്വമായി ഹൈബി ഈഡൻ അവിടെ എത്തുകയായിരുന്നു. SDPIക്ക് ഓശാന പാടുക എന്നുള്ള വലിയ ഉദ്ദേശത്തോടു കൂടിയാണ് അവരവിടെ എത്തിയത്. ആ സ്കൂളിൽ SDPI ആക്രമണം നടത്തിയതിന് RSSും BJPയും എന്തു പിഴച്ചു എന്ന് പറയാൻ ഹൈബി ഈഡൻ തയ്യാറാണ്. മാത്രമല്ല അവിടെ വന്നിട്ട് പറയുണ്ടായി, എൻ്റെ കുട്ടി കാരണം ഇനി ഒരു പ്രശ്നം ഇവിടെ ഉണ്ടാക്കണ്ട എന്നതുകൊണ്ട് ഞാൻ ഈ വിഷയത്തിൽ നിന്നും പൂർണ്ണമായും പിന്മാറുന്നു. എൻ്റെ കുട്ടി നാളെ മുതൽ സ്കൂളിൽ പോകും. ആ സ്കൂളിൽ ആ കുട്ടി ഇന്ന് വന്നിട്ടില്ല. ആ പറഞ്ഞ മാതാപിതാവ് അല്ലെങ്കിൽ ആ പിതാവ് വൈകുന്നേരം വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ ഉത്തരവ് വന്നതിന് ശേഷം വൈകിട്ട് അദ്ദേഹത്തിൻ്റെ നിലപാട് നിരുത്തി എന്തുകൊണ്ട് എൻ്റെ കുട്ടിക്ക് ഹിജാബ് ഇട്ടുകൂടാ എന്നുള്ള നിലപാട് സ്വീകരിച്ചു. നമുക്കറിയാം ആ മന്ത്രിയുടെ നിലപാട് തലേ ദിവസം യൂണിഫോം ഏതെങ്കിലും തരത്തിൽ യൂണിഫോമിനെ മറയ്ക്കുന്ന രീതിയിലുള്ള ഒരു വസ്ത്രധാരണവും പാടില്ല എന്ന് പറഞ്ഞ മന്ത്രി ഇന്നലെ സ്കൂളിനെതിരെ നടപടി സ്വീകരിക്കുന്ന സാഹചര്യം ഉണ്ടായി. ഞങ്ങൾ ഈ വിഷയത്തിൽ പറയുന്നു, ആ മന്ത്രിയുടെ ഉത്തരവ് വന്നതിന് ശേഷം ഇതുവരെ SDP-യുടെ പേര് പറയാൻ മടിച്ചിരുന്ന കോൺഗ്രസും CPM-നോട് പറയുന്നു, SDP തന്നെ രംഗത്തെത്തി ഈ സ്കൂളിൽ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പറഞ്ഞ കാര്യങ്ങൾ സർക്കുലറായി എടുക്കണം. അപ്പോൾ ഇതിനു മുമ്പും കുറേ സർക്കുലർ ഉണ്ടായിട്ടുണ്ട്. ഹലാൽ ഭക്ഷണം കൊടുക്കണമെന്ന് സർക്കുലർ ഉണ്ടായി, നിസ്കാര മുറിക്ക് വേണ്ടി സർക്കുലർ ഉണ്ടായി. അപ്പോൾ ഈ വിഷയത്തിൽ ഹിജാബിനും സർക്കുലർ ഇറക്കണമെന്ന് SDP പറഞ്ഞതിനെക്കുറിച്ച് ഹൈബി ഈഡനോ മന്ത്രിക്കോ എല്ലാം പറയാനുണ്ടോ? അവരാണ് ഇതിൻ്റെ പുറകിൽ. അല്ലെങ്കിൽ വളരെ സമാധാനപരമായി മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്ന ഒരു സ്കൂളിൽ മനഃപൂർവ്വമായി പ്രശ്നം സൃഷ്ടിക്കാൻ വേണ്ടി SDP നടത്തിയ ഈ ശ്രമത്തെ അവർ തന്നെ അവരുടെ പ്രസ്താവനയിലൂടെ തന്നെ നമുക്ക് വ്യക്തമായി അവരാണ് ഇതിൻ്റെ പുറകിൽ. അവർ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിയോട് അത് സർക്കുലറാണോ ആയി ഇറക്കണമെന്ന് ആവശ്യപ്പെട്ടു. മന്ത്രി DO വഴി ഇന്ന് ആ സ്കൂളിന് നോട്ടീസ് അയച്ചിട്ടുണ്ട്. നിങ്ങളുടെ നടപടികളെക്കുറിച്ച് അടിയന്തരമായി ആ കൊച്ചിനെ പ്രവേശിപ്പിക്കണം. ആ കൊച്ചിൻ്റെ ഞാനൊരു കാര്യം ചോദിച്ചോളൂ, ഈ കുട്ടി അവിടെ 117 മുസ്ലിം കുട്ടികൾ പഠിക്കുന്നുണ്ട്. യൂണിഫോം എന്ന വാക്കിൻ്റെ അർത്ഥം ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി മനസ്സിലാക്കണം. ആ യൂണിഫോം എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒരേപോലെ ഇരിക്കണം. അത് സമ്പന്നനും പാവപ്പെട്ടവനും ക്രിസ്ത്യാനിയും ഹിന്ദു മുസ്ലിമൊക്കെ ഒരേപോലെ ഇരിക്കേണ്ടതുകൊണ്ടാണ് അതിന് യൂണിഫോം എന്ന് പറയുന്നത്. ആ യൂണിഫോമിൽ ഈ കുട്ടി അവിടെ കഴിഞ്ഞ 4 മാസക്കാലമായി അവിടെ പഠിക്കുന്നു. ഒരു ദിവസം പോലും ഈ കുട്ടി ഹിജാബ് ധരിച്ച് വന്നിട്ടില്ല. ഒരു കുട്ടിയുടെ ഹിജാബ് ധരിക്കുന്ന അവരുടെ സ്വാതന്ത്ര്യമാണ്, ഒക്കെ ശരിയാണ്. പക്ഷേ അവിടെ അങ്ങനെ ഒരു നിയമമില്ല. ആ സ്കൂളിൽ യൂണിഫോമിൽ അതില്ല എന്ന് അറിഞ്ഞുകൊണ്ട് മനഃപൂർവ്വം ഈ കുട്ടി ഹിജാബ് ഇട്ടുകൊണ്ട് വന്നു. പിറ്റേ ദിവസം വീണ്ടും അത് ആവർത്തിച്ചു. ഇത് പാടില്ല എന്ന് പേരൻസിനെ വിളിച്ചപ്പോൾ പേരൻസിനോടൊപ്പം അവിടെ വന്നത് SDP-യുടെ ഔദ്യോഗിക ഭാരവാഹികളാണ്. ഞങ്ങൾ തെളിവ് പുറത്തുവിടാം, വിഷ്വൽസ് സഹിതം. SDP-യുടെ ഔദ്യോഗിക ഭാരവാഹികളാണ് അവിടെ ഈ സ്കൂളിൽ മാതാപിതാക്കളോടൊപ്പം ഈ അവിടുത്തെ സ്കൂൾ പ്രിൻസിപ്പളും
മാനേജ്മെൻറ്റ് അധികൃതർക്കും ടീച്ചേഴ്സിനും നേരെ ആക്രോശിക്കുകയും അവരെ കുട്ടികളുടെ മുമ്പിൽ വെച്ച് അവരെ ചീത്ത വിളിക്കുകയും ചെയ്തത് SDP യുടെ പ്രവർത്തകരാണ്. അവർ വലിയ കലാപ അന്തരീക്ഷം സൃഷ്ടിച്ചു. അതിൻ്റെ എല്ലാം വിഷ്വൽസ് പുറത്തുണ്ട്.